കൃപാസനം സാക്ഷ്യഫലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ കൃപാസനം മാതാവിലൂടെ അനേകർക്ക് ലഭിച്ച സൗഖ്യങ്ങളിൽ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കും, ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്യും. ആദ്യത്തെ സാക്ഷ്യം ജോസ്മി ജോസ്, ചീങ്കലിൽ ഹോസ്, മണലിത്തറ, തൃശ്ശൂരിൻ്റെതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഒരു നേഴ്സിൻ്റെ ആസ്മ സുഖപ്പെട്ട ഉടമ്പടി സാക്ഷ്യം. ഒരു നേഴ്സായ എനിക്ക് 5 വർഷമായി ബ്രോങ്കിയൽ ആസ്മ ഉണ്ടായിരുന്നു. 2 തവണ കോവിഡ് വന്നപ്പോൾ ആസ്മ കൂടി. ശാരീരികവും മാനസികവുമായ വിഷമത്തിനായി സ്റ്റിറോയിഡ്, ഇൻഹേലർ, ഹോമിയോ എല്ലാം ഉപയോഗിച്ചെങ്കിലും കുറവില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം, വെഞ്ചരിച്ച ഉപ്പും വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല. പരിശുദ്ധമ്മയ്ക്ക് നന്ദി എന്നാണ് ആ സാക്ഷ്യം അവസാനിക്കുന്നത്. മറ്റൊരു സാക്ഷ്യം മേരി നിമി ലയിച്ചു, തെക്കേവിളി, തിരുമല ഭാഗം, തുറവൂരിൻ്റെതാണ് ഈ സാക്ഷ്യം. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തു. പിന്നെ സംഭവിച്ചത്: എൻ്റെ മൂത്ത മകൾക്ക് 2 തവണ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം സ്ഥിരമായി പനിയും ചുമയും വന്നുകൊണ്ടിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ എപ്പോഴും ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നും 2 ലക്ഷം രൂപ ചിലവാകുമെന്നും പറഞ്ഞു. ഓപ്പറേഷന് വേണ്ടി 11 ലക്ഷം രൂപ ചിലവായതിനാൽ ഇനി ഒരു ചിലവ് കൂടി താങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് കുഴപ്പം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നില്ല. വളരെ അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ്. 11 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടും കുഞ്ഞിൻ്റെ അസുഖം മാറാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ വീണ്ടും ഡോക്ടർ പറഞ്ഞു 2 ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നാണ്. സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള ആ കുടുംബം കൃപാസന മാതാവിൽ ആശ്രയിച്ചു. ഉടമ്പടി എടുത്തു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ചു. അതിൻ്റെ ഫലമായി യാതൊരു പൈസയും കൂടാതെ മാതാവ് ആ കുഞ്ഞിന് അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ചു. മറ്റൊരു സാക്ഷ്യം ഷീന ജോഷി, കരിമോഴക്കൽ ഹൗസ്, ബാംഗ്ലൂരിൻ്റെതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഉടമ്പടി MBBSന് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച അത്ഭുതം. എൻ്റെ മകൾക്ക് MBBSന് ഗവൺമെൻറ് സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ 567 മാർക്കുണ്ടായെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റിനുള്ള മാർക്കില്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിജയമാണ് മോൾക്ക് മാതാവ് നൽകിയത്. ബാംഗ്ലൂരിലെ കിംസ് ഹോസ്പിറ്റലിൽ MBBSന് ഗവൺമെൻറ് സീറ്റ് നൽകി പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ മകന് 6M മാർക്ക് കാർഡ് കിട്ടുന്നില്ലായിരുന്നു. 5 മാസമായി കോളേജിലും യൂണിവേഴ്സിറ്റിയിലും മാറി നടക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ മാർക്ക് കാർഡ് കിട്ടി എന്ന് അറിയാൻ സാധിക്കുകയും കാനഡയിൽ ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സാക്ഷ്യം സൗമ്യ ജോസഫ്, അരേസേലിൽ ഹൗസ്, പള്ളിപ്പുറത്തിൻ്റെതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഉടമ്പടി ഡോക്ടേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തി വെന്റിലേറ്ററിലായിരുന്ന വ്യക്തി സുഖപ്പെട്ട സാക്ഷ്യം. ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയ എൻ്റെ പപ്പയ്ക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓരോ ദിവസം കഴിയുന്തോറും പപ്പയുടെ നില വഷളായി വന്നു. വെന്റിലേറ്റർ സപ്പോർട്ടോടെ ഓക്സിജൻ നൽകാൻ തുടങ്ങി. പ്ലാസ്മ തെറാപ്പി ചെയ്ത് നോക്കാമെന്നും ഫലമൊന്നും ഉറപ്പില്ലെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ കൃപാസന മാതാവിനോട് കരഞ്ഞപേക്ഷിക്കുകയും ഉടമ്പടി തൈലം ആ പാക്കറ്റിൻ്റെ മുകളിൽ കുരിശുവെക്കി വരയ്ക്കുകയും ചെയ്തു. ഉടമ്പടി ഡോക്ടേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തി വെന്റിലേറ്ററിലായിരുന്ന വ്യക്തി സുഖപ്പെട്ട സാക്ഷ്യം എന്ന ഹെഡിങ്ങോടുകൂടി സൗമ്യ ജോസഫ്, അരേസേലിൽ ഹൗസ്, പള്ളിപ്പുറത്തിൻ്റെതാണ് ഈ സാക്ഷ്യം. സാക്ഷ്യം ഇങ്ങനെ: ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയ എൻ്റെ പപ്പയ്ക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓരോ ദിവസം കഴിയുന്തോറും പപ്പയുടെ നില വഷളായി വന്നു. വെന്റിലേറ്റർ സപ്പോർട്ടോടെ ഓക്സിജൻ നൽകാൻ തുടങ്ങി. പ്ലാസ്മ തെറാപ്പി ചെയ്ത് നോക്കാമെന്നും ഫലമൊന്നും ഉറപ്പില്ലെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ കൃപാസന മാതാവിനോട് കരഞ്ഞു വിളിച്ചപേക്ഷിക്കുകയും ഉടമ്പടി തൈലം
ആ പാക്കറ്റിന്റെ മുകളിൽ കുരിശ് വരയ്ക്കുകയും ചെയ്തു. 14 ദിവസത്തോളം പപ്പ വെന്റിലേറ്ററിൽ തന്നെ ആയിരുന്നു. എപ്പോൾ വേണമെങ്കിലും കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമെന്നും മറ്റു ട്രീറ്റ്മെന്റുകൾ ഒന്നും ഇല്ലെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും പപ്പയ്ക്ക് എന്നും കൊടുത്തിരുന്നു. ഡോക്ടേഴ്സിനെ പോലെ അത്ഭുതപ്പെടുത്തി ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ പപ്പ ശ്വസിക്കാൻ തുടങ്ങി എന്ന അത്ഭുതകരമായ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഉടമ്പടിയുടെ മറ്റു സാക്ഷ്യ പെരുമഴയിലേക്ക് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.